ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ, നിത്യസഹായകനേ. അകതാരിലുണർവിന്റെ പനിനീര് തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിത് ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ, ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ, നിത്യസഹായകനേ. പാവവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ, ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ, നിത്യസഹായകനേ. കാരുണ്യവാനായ ദൈവമേ, ഈ ഭവനത്തിൽ വളരെ സന്തോഷകരമായ ഒരു സംഭവം നടക്കുന്ന ഈ സമയത്ത് ഈ മാടങ്ങളുടെ കരങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന വൈവാഹിക ജീവിതം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് അതിൽ രക്ഷകരെത്തിച്ചാലും തക്കവണ്ണം കാത്തുടണമേ. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം നല്ലൊരു കുടുംബജീവൻ നയിക്കാൻ തക്കവണ്ണം എപ്പോഴും കാത്തുടണമേ. ഇന്നത്തെ ചടങ്ങുകളെല്ലാം നടപടികൾ നടക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കണമേ. യാത്രകളിലും വഴികളിലും അങ്ങ് തന്നെ കൂട്ടായിരിക്കണമേ. എല്ലാ നിമിഷവും നിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നല്ല തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ നല്ലൊരു കുടുംബത്തിൽ കൊടുക്കാനുള്ള ആഗ്രഹത്തെ അങ്ങ് സഫലമാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടണമേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിപ്പിച്ചു കഴിയുമ്പോൾ താഴ്ന്നവ തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി ഖബർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, കാനായിലെ കല്യാണ വിരുന്നിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രയാസത്തെ അതിജീവിച്ച ഒരു സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അന്ന് ഉണ്ടായിരുന്ന രീതിയിലുള്ള ചടങ്ങുകൾ നടത്താൻ വേണ്ടി ഉള്ള അസ്വസ്ഥത ഉണ്ടായപ്പോൾ യേശുക്രിസ്തു ഇടപെടുകയും അവിടെ പ്രയാസങ്ങൾ മാറ്റുകയും ചെയ്ത സംഭവമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഈ ചടങ്ങുകളിൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളും മാറും എന്നുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ഏത് പ്രതിബന്ധങ്ങളിലും നമ്മെ സഹായിക്കാൻ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടും ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ടും ജീവിതയാത്ര തുടരുവാൻ വേണ്ടി നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ മകളുടെ വിവാഹ ജീവിതത്തിൽ നല്ലൊരു സാഹചര്യം ഉണ്ടാകുവാനും എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് നല്ലൊരു കുടുംബത്തിലും കൊടുക്കുവാൻ ഇടനൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മകളെയും മകളുടെ ഭർത്താവിനെയും മറ്റു കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരെ എപ്പോഴും കാത്തുകൊള്ളണമേ എന്ന് കർത്താവേ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും എപ്പോഴും അങ്ങ് സംരക്ഷിച്ച് പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സാമ്പത്തികമായ ഞെരുക്കങ്ങളും മറ്റു ബുദ്ധിമുട്ടാകുമ്പോൾ അങ്ങ് അവരെ കാത്തുകൊള്ളണമെന്ന് കർത്താവേ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ കേൾക്കണമേ. മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവേ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹവും കൃപയും നൽകി അങ്ങ് അവരെ സംരക്ഷിക്കണമേ എന്ന് കർത്താവേ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. മാതാവിന്റെ വിമല ഹൃദയത്തില് ഇവകളെയും മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യനേകനായിരിക്കുന്ന ഒന്നല്ല അവന് എന്ന് പറഞ്ഞുകൊണ്ട് അവന് ജീവിത സ്ഥലത്ത് നൽകിയ നല്ല ദൈവമേ, ജീവിതത്തിൽ എപ്പോഴും കൂട്ടായിരിക്കുവാൻ തക്കവണ്ണം കുടുംബജീവിതത്തെ അങ്ങ് സംവിധാനം ചെയ്തുകൊള്ളും. ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കുന്ന ഈ മകളെ അങ്ങ് പ്രത്യേകമായിട്ട് കാത്തുകൊള്ളുകയും നല്ലൊരു കുടുംബത്തിൽ പങ്കെടുക്കാനുള്ള പ്രയത്നത്തിന് എല്ലാവിധ അനുഗ്രഹവും നൽകി കാത്തുകൊള്ളുകയും ചെയ്യണമേ. മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ. അവരെല്ലാവരെയും ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഭവനത്തെ മുഴുവനാണ് അങ്ങ് സമർപ്പിക്കുന്നു. കൂട്ടായിരിക്കണമേ, ആശ്വാസമായിരിക്കണമേ, അഭയാനുഗ്രഹം കൃപയുമായിരിക്കണമേ. ഇപ്പോഴും അവരുടെ ജീവിത വഴികളിൽ അങ്ങ് താങ്ങുന്ന നല്ല തുണിയുമായി ഇവരെ വെള്ളം നടത്തുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.